സാം മക്ബർണി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ 1994 എഴുതിയ കുട്ടികളുടെ പുസ്തകമാണ് ഗസ് ഹൗ മച്ച് ഐ ലവ് യു എന്ന് പറയുന്ന പുസ്തകം. അതിലാണ് വളരെ പ്രധാനപ്പെട്ട ഈ നമ്മുടെ അതിജീവിതകളുടെ വിഷയം കത്തി നിൽക്കുമ്പോൾ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ചായ കുടിച്ച കപ്പിൽ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നടിച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു THE അങ്ങ് നഷ്ടപ്പെട്ടിരുന്നു. അത് ലവ് യു ടു ദി മൂൺ ആൻഡ് ബാക്ക് എന്നാണ് ആ സെൻറ്റൻസ്. അതായത് അൺകണ്ടീഷണൽ ലവ്, യാതൊരു വിധമായ ബാധ്യതകളുമില്ലാത്ത, യാതൊരു വിധമായ ചരടുമില്ലാത്ത ഒരു ഇഷ്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടല്ല കുടിച്ചതെന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് ഇതൊരു അൺകണ്ടീഷണൽ ലവിൻ്റെ ഭാഗമാണെങ്കിലും ഈ വേട്ടയാടപ്പെടുന്നതിലും വേട്ടയാടുമ്പോഴും സ്ത്രീകളുടെ വിഷയത്തിൽ അവരവർക്ക് വേണ്ട ആളാണ്, അവരവർ ഉന്നം വെച്ചിരിക്കുന്ന ആളാണ് അതിൽ ഇരയോ വേട്ടക്കാരനോ ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് നോക്കിയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതിനുള്ള ഒരു CPM മിഷനറി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ആർക്കും അതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, എത്രയോ കാലം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിട്ട് വളരെ പെട്ടെന്ന് അവർ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അവരെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, മുഴുവൻ തീവ്രവാദത്തിൻ്റെയും മുഴുവൻ മതധ്രുവീകരണത്തിൻ്റെയും അടയാളമായി അവരെ മാറ്റിയില്ലേ? അതെവിടെ മുതലാണ്? അങ്ങ് PB കേന്ദ്ര സെക്രട്ടറി മുതൽ താഴെയുള്ള പ്രവർത്തകൻ വരെ എണ്ണയിട്ടന്ത്രം പോലെ അതിനെ ഡിഫെൻഡ് ചെയ്യും, അതിനെ ആക്രമിക്കും. അങ്ങനെ ഒരാളിനെ അല്ലെങ്കിൽ ഒരു കോസിനെ അങ്ങനെ പറ്റിക്കാൻ ആ പാർട്ടിയുടെ നെറ്റ്വർക്ക് കഴിഞ്ഞേ ഉള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ്, അവർ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിച്ചപ്പോൾ ഇലക്ഷന് തൊട്ട് മുമ്പായി വയനാട്ടിൽ നിന്ന് ഈ വീട് കിട്ടിയ കുറേ ആളുകൾ അവിടെ ചെന്ന് മുഖ്യമന്ത്രിക്ക് നന്ദി പറയുന്ന ഒരു വാർത്തയോ വീഡിയോ പുറത്തു വന്നപ്പോൾ അവർക്ക് ഇത്തരമൊരു ദുരന്തമുണ്ടാകുമ്പോൾ അത് വെച്ചു കൊടുക്കേണ്ടത് ഒരു ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ് എന്ന തരത്തിൽ. അതൊരു പുതിയ വാദമൊന്നുമല്ല. നമ്മളെല്ലാ സർക്കാർ ഓഫീസിലും പണ്ട് ചെല്ലുമ്പോൾ ഒരു ബോർഡ് വെച്ചേക്കും, മഹാത്മാഗാന്ധിജിയുടെ ബോർഡ്. അതിൻ്റെ അടിയിൽ എഴുതി വെച്ചേക്കും. ആ സെൻറ്റൻസ് ഇങ്ങനെയാണ്, കറക്റ്റ് സെൻറ്റൻസ് ഞാൻ ഓർക്കുന്നില്ല. അതായത് ജനങ്ങളെ സേവിക്കാൻ നമ്മളെ അവർ അനുവദിക്കുന്നു എന്നുള്ളത് അവർ നമ്മളോട് കാണിക്കുന്ന ഔദാര്യമാണ് എന്നാണ് അതിൻ്റെ മീനിങ്. എന്ന് പറഞ്ഞാൽ ആളുകളെ സെർവ് ചെയ്യാനായി നമുക്ക് അവസരം കിട്ടുന്നത് അവരോട് കാണിക്കുന്ന ഔദാര്യമല്ല, പക്ഷേ ജനങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ഔദാര്യമാണ് എന്ന നിലയിൽ കാണണം എന്ന് പറയുന്നതാണ് ആ ഗാന്ധിയൻ ഫിലോസഫി. അപ്പോൾ അതുപോലെ ഒരു ദുരന്തമുണ്ടായ സ്ഥലത്ത് ഈ ആളുകൾക്ക് സഹായം അഭ്യർത്ഥിക്കുന്ന എല്ലാവരിലും ഇലക്ഷൻ ക്യാമ്പയിൻ്റെ തന്നെ ഒരു ഫോക്കസ് അതായിരുന്നു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ത് ചെയ്തു, ഗവൺമെൻറ് എന്ത് ചെയ്തു, ഈ രണ്ട് ഫോക്കസിലാണ്. വയനാട് ദുരന്തമായിരുന്നല്ലോ അതിൻ്റെ അങ്ങനെയാണല്ലോ നമ്മുടെ അവസാനമൊക്കെ നികേഷ് കുമാറൊക്കെ ശവം തൂക്കി പ്രയോഗവുമായി വീഡിയോകളുമായി തുടർച്ചയായി വന്നതും, രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വീഡിയോയുമായി വന്നതും, പത്രസമ്മേളനങ്ങൾ നടന്നതും ഒക്കെ അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഒരു ചർച്ചയിൽ സ്മൃതി പരുത്തിക്കാട് ഈ ഒരു വാദം ഉന്നയിച്ചു. ഈ ഇലക്ഷന് മുമ്പ് അവരെ കാണാൻ പോകുന്നത് അതൊരു തരം നാടകം പോലെയാണ്, അല്ലെങ്കിൽ അതൊരു ക്യാമ്പയിനാണ് എന്ന തരത്തിൽ പറഞ്ഞപ്പോൾ ആ പറഞ്ഞ സംഗതിയിൽ നിന്ന് നേരെ ഒരു സംഗതി അങ്ങോട്ട് അടർത്തി മാറ്റിയിട്ട് അവിടുത്തെ ഇരകളെ ആക്ഷേപിച്ചു എന്ന തരത്തിൽ ഒരു സാധനം ഉണ്ടാക്കി ആ സാധനം അങ്ങോട്ട് വിട്ടു. അപ്പോൾ ഇതിലുള്ളൊരു പ്രധാന കാര്യം എന്താ? ഈ ചർച്ചയ്ക്കിടയിൽ എല്ലാവരും ഓരോരോ പാർട്ടി സ്വീകരിച്ചാണല്ലോ റിപ്പോർട്ടറിൽ ഇരിക്കുന്നത്. സുജയ പാർവതി ഒരു നേരത്തെ ഉള്ളപ്പോൾ അവരൊരു സംഘപരിവാർ ലൈനാണ്, അരുൺകുമാർ ഒരു കമ്മ്യൂണിസ്റ്റ് ലൈനാണ്, സ്മൃതി പരുത്തിക്കാട് ഒരു കോൺഗ്രസ് ലൈനിൽ സംസാരിക്കുന്ന കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം അങ്ങോട്ട് കിട്ടിയിട്ട് അവരെ അങ്ങോട്ട് വാരി വലിച്ച് തേച്ച് ഏത് തരത്തിലൊക്കെ സൈബർ ഇടങ്ങളിൽ ഹരാസ് ചെയ്യാവോ. ഞാനിത് ഇന്ന് കാണാനിടയായത് എങ്ങനെയാണെന്നറിയോ? അവരുടെ ഒരു അച്ഛൻ്റെ പടം, സിദ്ധാർത്ഥൻ പരുത്തിക്കാടെന്നെങ്ങാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ദേശാഭിമാനിയിൽ എന്തോ വർക്ക് ചെയ്തിരിക്കുന്നത്, ആ കുറിപ്പിൽ അങ്ങനെ എഴുതിയേക്കുന്നത്. അദ്ദേഹത്തെ സാമ്പത്തിക ക്രമക്കേട് നടത്തി പിരിച്ചുവിട്ടതിനുള്ള പ്രതികാരമായി. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജേർണലിസ്റ്റിൻ്റെ അച്ഛനെയും എല്ലാവരെയും അങ്ങോട്ട് കയറി പറയുകയാണ്. അപ്പോൾ ചോദിക്കും, കോൺഗ്രസ്സുകാർ പറയത്തില്ലേ എന്ന്? അവരുടെ ഹാൻഡിലുകൾ പറയും, പക്ഷേ അവരിൽ സ്ത്രീ സംരക്ഷകർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവരുടെ കൂട്ടത്തിൽ ആകെ സ്ത്രീ സംരക്ഷണം നടന്ന് ഉറക്കെ പറഞ്ഞൊരാൾ VD സതീശൻ, പ്രതിപക്ഷ നേതാവാണ്. പിന്നെ സ്വന്തം പാർട്ടിക്കാരിൽ ആരെങ്കിലും പ്രതിയായെങ്കിൽ മാത്രമേ നമ്മുടെ ഷാനിമോൾ ഉസ്മാനും അതുപോലെ തന്നെ പിന്നെ ഉമാ തോമസും അവരൊക്കെ മിണ്ടുള്ളൂ. ഇല്ലെങ്കിൽ അവർ മിണ്ടൂല്ല. ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിൻ്റെ വിഷയത്തിൽ അവരാരും മിണ്ടിയില്ലല്ലോ. പക്ഷേ CPIM അങ്ങനെയല്ല. അവരൊരു സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ഉറച്ചു നിൽക്കുന്ന
അതിനുവേണ്ടി ഇങ്ങനെ ആദ്യാവസാനം വർത്തമാനം പറയുന്നവരാണ്. പക്ഷേ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ബുദ്ധിജീവികൾ മുതൽ ഇങ്ങനെ താഴെയുള്ള എഴുത്തുകാർ വരെ എഴുതി അങ്ങോട്ട് പറ്റിച്ച് തകർത്ത് അടിച്ചങ്ങ് ചേക്കുകയാണ്. വിവിധ തരം ചിത്രങ്ങൾ വെച്ച്, യക്ഷിയുടെ പടങ്ങൾ വെച്ച് അങ്ങനെ അങ്ങോട്ട് തകർക്കുകയാണ്. ഈ ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്നത് അവർക്കിഷ്ടപ്പെടുന്ന ഒരു ചന്ദ്രനെയും ആ ചന്ദ്രനിലേക്ക് തിരിച്ചു വരുന്ന സ്നേഹത്തെയും പ്രണയത്തെയും ഒക്കെ മാത്രമേ നിഷ്കളങ്ക പ്രണയമായി കാണുന്നുള്ളൂ. അല്ലാതെ അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഇപ്പോൾ സ്ത്രീകളോട് അല്ലെങ്കിൽ വേറൊരു ആളിനോട് അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഡിവിഡ്വാലിറ്റി അംഗീകരിക്കുക, അവരുടെ ഒരു വ്യക്തിത്വത്തെ ബഹുമാനിക്കുക, ആ കാര്യത്തിനൊന്നും ആ കൊട്ടേഷൻ പ്രസക്തമായി വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ ഞാൻ പലപ്പോഴും പലതിനും സ്മൃതിയെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ആക്രമണം അതങ്ങ് തുടരുകയാണ് എല്ലാ പ്രൊഫൈലിലും. അത് കണ്ടുകൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പിന്നെ ഈ പലപ്പോഴും സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ മാത്രം ചാടി വീണ് പ്രതികരിക്കുന്ന ബഹുമാന്യരായ ഈ UDF വനിതാ രത്നങ്ങളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു.